ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് നിങ്ങളോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് 4 റോസുകളെക്കുറിച്ചുള്ള വിശേഷങ്ങളാണ്. ആദ്യത്തേത് ഈ വെൽവെറ്റ് റോസാണ്. വെൽവെറ്റ് റോസിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് വിടരുമ്പോൾ ആദ്യം നല്ല അടിപൊളി വെൽവെറ്റിൻ്റെ അതേപോലെ ഇരിക്കുവാണ്. നല്ല മിനുമിനാന്ന് പറഞ്ഞിട്ട് നല്ല ഭംഗിയാണ് കാണാൻ. അതുപോലെ തന്നെ ഇത് നല്ലപോലെ നിറഞ്ഞു പൂക്കുന്ന ഒരു ഇനമാണ്. നമ്മൾ എപ്പോഴും വീട്ടിൽ വെച്ച് പിടിപ്പിക്കേണ്ട ഒരു റോസാണ് വെൽവെറ്റ് റോസ് എന്ന് പറയുന്നത്. ഒത്തിരി പൊക്കമൊന്നും വയ്ക്കത്തില്ല, എന്നാലും കമ്പൊടിപ്പിച്ച് കിളിപ്പിക്കാവുന്നതാണ്. അടുത്തതായി കാണിക്കുന്നത് റെഡ് ക്ലൈമ്പിംഗ് റോസാണ്. ഇത് ഒത്തിരി കുലകുലയായിട്ട് പൂക്കൾ പിടിക്കുന്നതാണ്. ഈ റോസുകൾക്കൊന്നും തന്നെ ഒത്തിരി രാസവളങ്ങളോ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും വേണ്ട. ഞാൻ ഉപയോഗിക്കുന്നത് ഉണങ്ങിയ ചാണകപ്പൊടിയും വെള്ളവും മാത്രമാണ് ഇതിന് കൊടുക്കാറ്. ഇതാ അടുത്തതായി റെഡ് കളറിൽ ഉള്ള പനിനീർ റോസയാണ്. ഇതും എല്ലാ കാലാവസ്ഥയിലും എപ്പോഴും നിറഞ്ഞു പൂക്കുന്ന ഇനമാണ്. ഇതിൻ്റെ എല്ലാം കമ്പ് വെട്ടിവെച്ചാൽ കിളിർക്കുന്നതാണ്. ഇതിൻ്റെ പൂക്കളെല്ലാം കഴിയുമ്പോൾ അത് വെട്ടി നിർത്തുക കൂടി വേണം. എങ്കിൽ മാത്രമേ പുതിയ മുട്ടുകളും പൂക്കളും വരികയുള്ളൂ. പിന്നെ നല്ല വെയിലുള്ളിടത്ത് വേണം റോസുകൾ നടേണ്ടത്. അടുത്തതായി കാണിക്കുന്നത് റെഡ് പിനാക്കിയോ ആണ്. തീർച്ചയായും നമ്മളൊരു റോസ് ഗാർഡൻ ഉണ്ടാക്കുകയാണെങ്കിൽ അവിടുത്തെ റാണിയാക്കാൻ പറ്റിയ ഇനമാണ് റെഡ് പിനാക്കിയോ എന്ന് പറയുന്നത്. ഏതൊരു പൂന്തോട്ടത്തിലും ഉറപ്പായും ഉൾപ്പെടുത്തേണ്ട ഇനം തന്നെയാണ്. ഈ റോസകളൊക്കെ തീർച്ചയായും ചെടിയിൽ നടാതെ നിലത്ത് നടുന്നതാണ് നല്ലത്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ. പുതിയൊരു ചെടിയുടെ വിശേഷവുമായി വരുന്നത് വരേക്കും നമസ്കാരം.